ഓക്കെ. ബാബുജിക്ക് കോവിഡ് ആയതുകൊണ്ടല്ലേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? എന്തിനാ കരയുന്നേ? ബാപ്പച്ചി അസുഖമാര് പെട്ടെന്ന് വരില്ലേ? ആംബുലൻസിൽ വന്ന് സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, നാളെ നമ്മുടെ ആശുപത്രിയിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന്. മോനെ, സർക്കാർ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ സർക്കാരിന് ഒത്തു നിൽക്കണം. എങ്കിലേ മറ്റുള്ളവർക്ക് രോഗം വരാതിരിക്കൂ. മോളെ നബിയെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. അവന് വട്ട ഇല്ലെങ്കിൽ കൊറോണ എന്ന് പറഞ്ഞ് ഗൾഫിലെ ജോലി കളഞ്ഞ് ഇവിടെ കിടക്കോ? എന്താ അമ്മേ, ലോകം മുഴുവൻ ഈ രോഗം പടർന്നിരിക്കുമല്ലേ. അതുകൊണ്ടല്ലേ രമേശേട്ടൻ സൗദിയിൽ നിന്ന് വന്ന് ക്വാറന്റൈനിൽ കഴിയുന്നത്. പിന്നെ അമ്മയോട് ഒരു കാര്യം പറയാം, ഞങ്ങൾ സ്നേഹിച്ച കല്യാണം കഴിച്ചവരാ. നിങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമല്ലാന്നും അറിയാം. എന്ന് വെച്ച് രമേശേട്ടനെ എങ്ങനെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. എടി, ഇങ്ങോട്ട് നോക്കിയേ, എനിക്കിപ്പോഴും അവനെ ഇഷ്ടമല്ല. പിന്നെ അവനെന്റെ പരിമോനായി പോയില്ലേ. ഒന്ന് കണ്ണേച്ച് പോവാന്ന് പറഞ്ഞ് വന്നതാ. അവന്റെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരുമ്പോഴേ പോസിറ്റീവ് ആണെങ്കിൽ ചികിത്സിക്കാൻ ആരെ കയ്യിലുണ്ട് കാശ്? അമ്മ ഒന്ന് പതുക്കെ പറ, രമേശേട്ടൻ കേൾക്കും. അഥവാ റിസൾട്ട് പോസിറ്റീവ് ആയാൽ ഞാൻ പേടിക്കില്ല. എനിക്ക് വിശ്വാസമാണ് എന്റെ സർക്കാരിന്. അവിടെ എല്ലാം സൗജന്യമാണ്. പിന്നെ നിന്റെ സർക്കാർ, ഈ വീടിന്റെ കട നിന്റെ സർക്കാർ തീർക്കൂടി. കേരള ജനതയുടെ കൂറില്ലാത്ത ഓരോരുത്തരും പറയുന്ന കേട്ട് സർക്കാരിന് മെക്കിട്ട് കേറണം. ജീവിച്ചിരുന്നാൽ എന്നെ കടം വാങ്ങാനും വീട്ടാനും കഴിയും. ഈ കൊറോണ കാലത്ത് അമ്മ പോലും ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് ഈ സർക്കാരിന്റെ കരുതലും കൊണ്ടാണ്. ഹലോ രമേശേട്ടാ, ആ വാതിൽ തുറന്നിട്ടേക്കണേ, ഞാൻ ഫുഡ് ഇങ്ങോട്ട് വരുവാ. കോവിഡ് പ്രതിരോധത്തിനുള്ള നൂതന മാർഗങ്ങൾ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്നു. വിവിധ ജില്ലകളിൽ മുഖ്യമന്ത്രിയായി തയ്യാറാക്കിയ എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ഉണ്ടെങ്കിൽ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ. നമസ്കാരം, എൻ്റെ പേര് ബഷീർ. ഞാനൊരു പ്രവാസിയാണ്. ഞാനിപ്പോ ഫേസ്ബുക്കിൽ ലൈവ് വന്നത് എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരി യാതൊരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ ചികിത്സിച്ചും രോഗം പടരാതിരിക്കാൻ സർക്കാരിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചും നമ്മെ സംരക്ഷിക്കുന്ന നമ്മുടെ മന്ത്രിമാരെ അസഭ്യം പറയുന്നവർ ഒന്നാലോചിക്കും. സർക്കാരിന്റെ ഇച്ഛാശക്തിയെ ദുർബലപ്പെടുത്താൻ നോക്കിയാൽ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ കൊച്ചു കേരളം തോറ്റുപോകും. രോഗവ്യാപനവും മരണവും കൂടിക്കൂടി വരും. ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടി, കുറ്റം പറയുന്നത് പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടി. ഞാനൊരു കോവിഡ് രോഗിയായിരുന്നു. എന്നെ സൗജന്യമായി ചികിത്സിച്ച് എൻ്റെ ജീവൻ തിരിച്ചു തന്നു കേരള സർക്കാർ. എൻ്റെ ജീവനാണ്. ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും വളരെ സന്തോഷത്തിലാണ്. ഇതെൻ്റെ മകൻ, ഇത് ഭാര്യ തികവും. നമുക്കും ഒരു ഉത്തരവാദിത്തം.
ദൈവമേ ഈ സർക്കാരിനെ നമ്മൾ ഒറ്റപ്പെടുത്തരുത്. I am proud of being a Kerala.